നമുക്ക് പുതിയ ചേർന്ന വീഡിയോയാണ് സ്റ്റഡി. ഫസ്റ്റ് വൺ വരുന്നത് എല്ലാ ടൈമിലും ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ. അതായത് ഒരു ഫംഗ്ഷൻ ആയിട്ടോ അല്ലാതാണെങ്കിലും എപ്പോഴും ഇടാൻ പറ്റുന്ന ഒരു മോഡൽ. എന്താ പറയുക, ക്രീം ഷെയ്ഡിൽ ചെയ്തേക്കുന്ന ഐറ്റം ആണ്. അതിലത്തെ ഡിസൈൻ കാണാൻ നല്ല കേട്ടോ. നമ്മുടെ നോർമൽ ചിക്കൻ വർക്ക് ഒക്കെ വരുന്ന പോലെ തന്നെ, പക്ഷേ ഒറിജിനൽ ചിക്കൻ വർക്കിന്റെ പാറ്റേൺ ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഒറിജിനൽ വർക്ക് അല്ല, എംബ്രോയിഡറി വർക്കാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ നല്ല ലുക്കുള്ള ഐറ്റം ആണ്. ഇതാ ഒരു സെന്ററിലാണ് മെയിൻ ആയിട്ട് ആ ഒരു തിക്കായിട്ടുള്ള ഡിസൈൻ പോയിരിക്കുന്നത്. സൈഡിലോട്ട് ഇതുപോലെ ഈ ഒരു വർക്കാട്ടോ കൊടുത്തേക്കുന്നത്. രണ്ട് സൈഡിലും ഉണ്ട്. ഞാൻ ജസ്റ്റ് നോക്കി കഴിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ താഴെ വെച്ചോ കേട്ടോ. ഇത് ഈ താഴത്തെ ഒരു ലേസ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് ആയിട്ട് സെന്ററിൽ ആ ഒരു മെയിൻ ഡിസൈനും സൈഡിലോട്ട് കുഞ്ഞായിട്ടുള്ള എംബ്രോയിഡറി വർക്കും വരും. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട്, ഇത് സെമി ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രാൻഡ് ലുക്കുള്ള ഐറ്റം കേട്ടോ. പിന്നെ ദുപ്പട്ട വരുന്നത് ഒരുപാട് ഡിസൈൻ അല്ല, സെമി സിൽക്കിൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്. സോഫ്റ്റ് സിൽക്കിന്റെ മെറ്റീരിയൽ തന്നെയാണ്. ഇത് ചെറുതായിട്ട് ഈ ഒരു ത്രെഡ് വർക്കും സീക്വൻസും നിർത്തി പോയിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു ക്രീം ഷെയ്ഡ് തയ്ച്ചിട്ടുള്ളവർക്കറിയാം, നല്ല രസമാട്ടോ ഇങ്ങനത്തെ ക്രീം കളേഴ്സ് തയ്ച്ചിട്ടാൽ ഭയങ്കര അടിപൊളി ലുക്കുള്ള ഒരു ഐറ്റം. പിന്നെ നമ്പർ വരുന്നത് N581. പിന്നെ റേറ്റ് 1520 1520. നമുക്ക് നെക്സ്റ്റ് വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ്. ഡിസൈന് ചെറിയ വേരിയേഷൻ ഉണ്ട്. സെന്ററിലെ ആ ഒരു വർക്ക് ചെറിയ വ്യത്യാസത്തിലായി കൊടുത്തേക്കുന്നത്. പക്ഷെ മുമ്പത്തെ പോലെ തന്നെ പാനൽ പോലെ സെന്ററിൽ മാത്രമാണ് മെയിൻ ഡിസൈൻ വരുന്നത്. സൈഡിലോട്ടുള്ള വർക്ക് ഇല്ല കേട്ടോ. കുറച്ചുകൂടെ ആ ഒരു ചിക്കൻ വർക്കിന്റെ പാറ്റേണിലാണ് സൈഡിലത്തെ ഡിസൈൻ കൊടുത്തേക്കുന്നത്. ബാക്കി താഴത്തെ ബോട്ടിൽ ലേസ് വർക്ക് ഉണ്ട്. ബോട്ടം നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ കേട്ടോ. നല്ല തിക്ക് കോട്ടൺ ഫാബ്രിക് ആണ്. മെയിൻ മെറ്റീരിയൽ വരുന്നത് ചന്ദേരി ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള മോഡലുമാണ്. എന്താ ഒരു ഗ്രാൻഡ് ലുക്കായിട്ട് നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ദുപ്പട്ടയും സോഫ്റ്റ് സിൽക്കിലുള്ള ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണ്. ചെറിയ സീക്വൻസ് വർക്കും ഉണ്ട് കേട്ടോ. സിമ്പിളാണ്, പക്ഷെ കാണാൻ നല്ല എലഗൻ്റ് ആണ്. നമുക്ക് ആ ഒരു ടോപ്പ് തയ്ച്ചിരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലുക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിൻ്റെ നമ്പർ വരുന്നത് N582, റേറ്റ് 1520 1520. നെക്സ്റ്റ് വരുന്നത് ചെറിയൊരു ഡിസൈൻ വ്യത്യാസമായിട്ടാണ്. റേറ്റിനും ചെറിയൊരു വേരിയേഷൻ 40 രൂപ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇതും മെറ്റീരിയൽ കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ. മറ്റേത് ഒരു സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആയിരുന്നു. അപ്പോൾ ഇതൊരു കോട്ടൺ ബ്ലെൻഡഡ് ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത്. ഇതിലും ഏകദേശം ആ ഒരു ചിക്കൻ വർക്കിന്റെ പാറ്റേണിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഈ ഒരു വർക്കും നെക്കിലാണ് മെയിൻ അടുത്ത ഒരു ഡിസൈൻ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഒരു ചെറിയ വേരിയേഷൻ. മറ്റേത് കുറച്ചുകൂടെ സെന്ററിലായിരുന്നു മൊത്തം താഴെ വരെ വർക്ക്. ഇത് ഫ്രണ്ട് കംപ്ലീറ്റ് ഒരേപോലെ കൊടുത്തിട്ട് നെക്കിൽ മാത്രം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ കോട്ടന്റെ മെറ്റീരിയൽ തന്നെ ഫുൾ വർക്ക് വരുന്ന മോഡൽ തന്നെയാണ് കേട്ടോ. മുമ്പത്തേത് കുറച്ചുകൂടെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഇത് ഇച്ചിരിയും കൂടെ ഒരു സ്റ്റിഫായിട്ടുള്ള, ഒത്തിരി സ്റ്റിഫ് അല്ല, കുറച്ചുകൂടെ തിക്നെസ് ഉള്ള ഫാബ്രിക്കാണ്. ഇതിൻ്റെ ബോട്ടം നോർമൽ ബോട്ടം തന്നെയാണ്. സിമ്പിളായിട്ട് ഈ ഒരു ക്രീം ഷെയ്ഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഫുൾ വീലിങ്ങിന് വരും. ഇതിൻ്റെ നമ്പർ വരുന്നത് M848, റേറ്റ് 1480 1480.